സീറോ അവർ തുടരുന്നു. ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിച്ച് മുഖം രക്ഷിക്കാൻ സർക്കാർ നീക്കം. ഹാരിസിനെതിരെ നടപടിയെടുക്കില്ലെന്ന് KGMCTAക്ക് സർക്കാർ ഉറപ്പു നൽകി. വാർത്താ സമ്മേളനത്തിനിടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് ഫോണിലൂടെ നിർദ്ദേശം നൽകിയത് DME ആണെന്നതിന്റെ തെളിവ് മീഡിയ വൺ പുറത്തുവിട്ടു. സർക്കാരിനെതിരെ ഇനി സംസാരിക്കില്ലെന്ന് ഡോക്ടർ ഹാരിസും പ്രതികരിച്ചതോടെ മഞ്ഞുരുക്കം ഉറപ്പായി. ഡോക്ടർ ഹാരിസ് ജോലിയിൽ പ്രവേശിച്ചു. അവിടെ അസ്വാഭാവികമൊന്നുമില്ല. എൻ്റെ റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാം. എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമാണ്. അവിടെ ഏത് ഡോക്ടർക്കും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാർക്കും, എൻ്റെ ടെക്നീഷ്യനും, എൻ്റെ PG ഡോക്ടർമാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കയറാം. അനുകൂലം ആയിരിക്കും. അതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് രണ്ട് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. ചട്ടലംഘനമാണ്. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ മീഡിയയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ചട്ടലംഘനമാണ്. തെറ്റ് ചെയ്തത് എനിക്ക് തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാൻ ഒരു മടിയില്ല. തെറ്റ് ചെയ്തെങ്കിൽ തെറ്റെന്നും ശരി ചെയ്തെങ്കിൽ ശരിയെന്നും തന്നെ പറയും. അവർക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കട്ടെ. എന്നെ വിശ്വാസം ഇല്ല, എന്നെ പറ്റിയുള്ള ആരോപണം ഉണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കട്ടെ. ഞാനൊരു തുറന്ന പുസ്തകമാണ്. എനിക്ക് അതിനകത്ത് ഭയമില്ല. എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊന്നുമില്ല. ഞാൻ ഇനിയും ഒരു മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും പങ്കുവയ്ക്കണം. ഞാനിപ്പോൾ ഇന്ന് കോൺട്രവേഴ്ഷ്യലായിട്ടൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് പിറ്റേന്നൊരു പ്രസ് മീറ്റ് ഇന്നലെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ അത് വളരെ അധികം ഞങ്ങളുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു. അതിൽ അദ്ദേഹത്തെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ സംസാരിച്ചത്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഒരു ഫർദർ എൻക്വയറിയുടെ ആവശ്യമുണ്ടെന്ന് തന്നെ സംഘടന കരുതുന്നില്ല. കാരണം ഇതിപ്പോൾ എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആ ഉപകരണം അവിടെ ഉണ്ടോ, ആ പെട്ടിയിൽ കണ്ടത് എന്താണ്, ഇതെല്ലാം ഇപ്പോൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് മാധ്യമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് മാധ്യമങ്ങളോട് ഒരു നന്ദി പറയട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് സനിസയും ഒപ്പം വിജയനും വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. സനിസ, ഇന്നലെ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണോ, ഏറ്റുമുട്ടൽ കടുക്കാൻ പോകുന്നോ എന്നൊരു ആശങ്ക ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം കണ്ടപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ കുറെ കൂടി ഇനി ഈ വിഷയത്തിൽ ഇങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല എന്നൊരു ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാം. കോൺട്രവേഴ്ഷ്യൽ വിവാദപരമായി ഇനി ഒന്നും താൻ സംസാരിക്കാനില്ല എന്നും പറയുന്നു. അപ്പോൾ അത് സർക്കാർ സൈഡിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും നിർദ്ദേശത്തിന്റെ പുറത്തോ ഒരു കോളിന്റെ പുറത്തോ ആയിരിക്കുമോ ഇന്നത്തെ ഒരു പുതിയ പ്രതികരണമായി കാണുന്നത്? ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ പൂർണ്ണമായി അവസാനിക്കുകയാണെന്ന് കരുതാമോ? അതേ സൈഫുദ്ദീൻ, സർക്കാരിനും ഡോക്ടർ ഹാരിസിനും ഇടയിൽ ഒരു മഞ്ഞുരുകൽ നടന്നതായിട്ട് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഡോക്ടർ ഇന്ന് നടത്തിയത്. ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിനെ ഇനി കുറ്റം പറയാൻ താൻ മുതിരുന്നില്ല, താൻ ഇനി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം ആദ്യം തന്നെ എടുത്തു പറഞ്ഞത്. അതുമാത്രമല്ല, ഈ പ്രോബ്, ഈ മോസ്ലോസ്കോപ്പ് കണ്ടെടുത്തു കഴിഞ്ഞു, അതിൽ ഇനിയൊരു അഭിപ്രായം പറയാനില്ല. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഈ ഉപകരണത്തിന്റെ കാര്യത്തിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി താൻ ആശുപത്രിയിലുള്ളപ്പോൾ തന്നെ സന്ദർശിച്ചു, സമാധാനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഇനി ഒരു പ്രതികരണത്തിന് താൻ മുതിരുന്നില്ല. തന്നെ സംശയിക്കുന്നുണ്ടെങ്കിൽ തനിക്കെതിരെ അന്വേഷണം നടത്തട്ടെ, അല്ലെങ്കിൽ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ സംരക്ഷിക്കട്ടെ എന്നാണ് ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കുന്നത്. ഇതിൽ വ്യക്തമാണ് ഇതിലൊരു മഞ്ഞുരുക്കം നടന്നിട്ടുണ്ട്. ഇനിയൊരു പ്രതികരണം, സർക്കാരിനെതിരെ ഒരു കുറ്റം പറയാൻ താൻ മുതിരുന്നില്ല, സർക്കാരിനെതിരെ താൻ പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു മഞ്ഞുരുക്കം നടന്നിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കൂടാതെ തന്നെ ഈ പ്രോബ് കാണാതായതിനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മോസ്ലോസ്കോപ്പാണ് കാണാതായതെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഉപകരണം കാണാതായി, ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണാതായി. അത്തരം ഒരു കാണാതായ ഒരു അവസ്ഥയിൽ അത് അന്വേഷിക്കണം, അത് കണ്ടെത്തണം എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇത് വളച്ചൊടിച്ച് തനിക്ക് നേരെ ഒരു ആരോപണമായി വരുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. പക്ഷേ ഇത് കണ്ടെടുത്ത സ്ഥിതിക്ക് അതിൽ ഇനി ഒരു അഭിപ്രായം താൻ പറയുന്നില്ലെന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ ഇന്ന് നമ്മൾ രാവിലെ പുറത്തുവിട്ടിരുന്നു, ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പളിനെ DME നേരിട്ട് വിളിച്ച് ആ റിപ്പോർട്ട് പറയൂ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു വാർത്ത നമ്മൾ ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ഒരു അർത്ഥത്തിൽ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ, ഈ മഞ്ഞുരുക്കം നടന്ന ഒരു സാഹചര്യത്തിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. ഡോക്ടർ ഹാരിസ്
ഹാരിസിനെതിരായ ഈ നിലവിലെ ഒരു സാഹചര്യത്തിന്റെ പുറത്ത് നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഡോക്ടറിന്റെ പ്രതികരണത്തിന്റെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു നടപടി ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നില്ല. സംഘടനകൾ ഇടപെട്ടിട്ടുണ്ട്. സംഘടനയും KGMCT പോലെയുള്ള സംഘടനയും ഡോക്ടർ ഹാരിസിനോട്, മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ പൂർണ്ണമായി ഡോക്ടർ ഹാരിസിനെ അനുകമ്പപ്പെടുത്തി ഒരു മഞ്ഞുരുക്കത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള തീരുമാനം. അതിന് വിജിൻ വായാന്തോടുകൂടി നമ്മോടൊപ്പം ഉണ്ട്. വിജിൻ, ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എത്ര കണ്ട് ഡോക്ടർ ഹാരിസിനെ സംശയ നിഴലിൽ നിർത്താൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജ് ബോഡിയും ആരോഗ്യവകുപ്പും ശ്രമിച്ചുവോ അതിനേക്കാൾ കൂടുതൽ മുഖം വികൃതമായത് ആരോഗ്യവകുപ്പിന്റെയും ഒപ്പം മെഡിക്കൽ കോളേജ് ഭരണസമിതിയുടേതുമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാകുമോ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നതിനും സുഖകരമായിരിക്കില്ല എന്ന് സർക്കാർ ആരോഗ്യവകുപ്പിന് തോന്നിയതും നേരിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല, അതിന് അന്വേഷണവും വേണ്ട, ഒരു റിപ്പോർട്ട് തൽക്കാലത്തേക്ക് കൊടുക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. KGMCT കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചു. ഒപ്പം തന്നെ മന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചു. അങ്ങനെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, ഇനി കൂടുതൽ പ്രശ്നം വഷളാക്കിയാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടി സർക്കാരിനും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിനും ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ, ഒരു സംസാരം, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഡോക്ടർ ഹാരിസിനെതിരെ മറ്റൊരു നടപടിയും സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി തന്നെ നൽകിയിരുന്നു. അത് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. വിശദീകരണം എന്നുള്ളത് സ്വാഭാവികമായ ഒരു ചട്ടലംഘനത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു വിശദീകരണം ഡോക്ടർ ഹാരിസിനോട് ചോദിച്ചത്. അത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ പരസ്യമായി സർക്കാർ വകുപ്പിനെ തന്നെ ഒരു കുറ്റപ്പെടുത്തുന്ന നിലയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാവുകയും സ്വാഭാവിക നടപടി എന്നുള്ള നിലയിൽ അക്കാര്യത്തിലുള്ള വിശദീകരണം തേടുകയും ചെയ്തു. ആ വിശദീകരണം നൽകാൻ ഒരാഴ്ച സമയം ഡോക്ടർ ഹാരിസ് ചോദിച്ചിരുന്നു. ആ ഒരാഴ്ച തിങ്കളാഴ്ച അവസാനിക്കുകയാണ്. സ്വാഭാവികമായും അന്ന് തന്നെ അക്കാര്യത്തിലുള്ള വിശദീകരണം ഡോക്ടർ ഹാരിസ് നൽകുകയും ചെയ്യും. അതോടുകൂടി ഈ പ്രശ്നം പൂർണ്ണമായും അവസാനിക്കും എന്നുള്ള ഒരു നിശ്ചയത്തിൽ തന്നെയായിരുന്നു ആരോഗ്യവകുപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിലാണ് പെട്ടെന്ന് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം അത് കൂടുതൽ വിഷയം വഷളാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ള വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനുമുണ്ട്. ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും ഒപ്പം തന്നെ സൂപ്രണ്ടും നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിച്ച് നിലവിൽ ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കൂടുതൽ പഠിച്ച് അതിൽ പരിഹാരം കണ്ടെത്തുക എന്നുള്ള നിലയിലേക്കുള്ള ഉറപ്പ് KGMCTക്ക് നൽകിയിരിക്കുന്നു. KGMCTയെ മന്ത്രി തിരിച്ചെത്തിയാൽ, മന്ത്രി നിലവിൽ സ്ഥലത്തില്ല, തിരിച്ചെത്തിയാൽ വീണ്ടും ഒന്നുകൂടി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ പൂർണ്ണമായും പ്രശ്നം വഷളായി കിടക്കുന്ന പ്രശ്നം അത് പൂർണ്ണമായും അവസാനിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്.